യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു മാസത്തിൻ്റെ ആദ്യ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായി, ഒരു മാസമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയ വർഷം 2026 ഒരു മാസം 31 ദിവസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 31 ദിവസം ദൈവം ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ഒരു കൃപയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. ജീവനോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് അവന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അതിനെപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് യേശുവിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിരാവിലെ യേശു ഉണർന്ന് ആരും ശല്യപ്പെടുത്താനില്ലാത്ത വിജനപ്രദേശത്തേക്ക് പോയി തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ദിനവും നമ്മുടെ ദിവസങ്ങളും എങ്ങനെയായിരിക്കണമെന്ന്, എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടതെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയും ഈശോയോടൊപ്പം നടക്കുന്നവൻ അവനും അതിരാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തന്നതിനെല്ലാം നന്ദി പറയുകയും ദൈവം തരാൻ ആഗ്രഹിക്കുന്നതെല്ലാം സ്വീകരിക്കുവാനുള്ള മനസ്സുമായി കർത്താവിൻ്റെ മുന്നിൽ ശാന്തമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. നിൻ്റെ ജീവിതം സമാധാനമുള്ളതായിരിക്കും. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹീതമായി മാറും. നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രാർത്ഥനയോടും ദൈവവചനം ശ്രവിക്കുന്നതോടും ദൈവം എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റെടുത്ത് ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമ്മൾക്ക് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം.
എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് മറുപടി തന്നുകൊണ്ടിരിക്കുന്ന ദൈവം ഈ 800 കോടിയിലധികം വരുന്ന ദൈവമക്കളെയും അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റേതാക്കി മാറ്റുകയും ചെയ്യട്ടെ. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ആ മക്കൾ യേശുവിനെ കാണുകയും ഏകദൈവത്തിങ്കലേക്ക് അടുക്കുകയും ചെയ്യട്ടെ. ഈ ലോകത്തിൽ സമാധാനവും ശാന്തിയും നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.